ഹലോ കൂട്ടുകാരെ, മഴതൊരു മുൻപേടെ ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റാൻലി ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി അലീനയ്ക്ക് തന്നെ കൈ നീട്ടുകയാണ്. പക്ഷേ അലീന അതിന് റിപ്ലൈ ചെയ്യുന്നില്ല. അലീനയ്ക്ക് ആകെ വിഷമമായിട്ട് അലീന ഷേക്ക് ഹാൻഡ് കൊടുക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും, സോറി അലീന, ഞാൻ അന്ന് വന്നപ്പോൾ പറയാത്തതിൽ സോറി. അലീനയ്ക്ക് അതിൽ വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ അലീന ഒന്നും മിണ്ടില്ല, അലീന കരഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് അലീനായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ ബാലനോട് സ്റ്റാൻലി ചോദിക്കും, എന്ത് പറ്റി മിസ്റ്റർ ബാലേന്ദ്രൻ, എന്താണ് അവൾക്ക് പ്രശ്നമെന്ന്. അപ്പോൾ അത് നമ്മൾ അവളോട് പറയാത്തതിൻ്റെ പരിഭവത്തിലാണത് എന്ന്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും, നിങ്ങളൊന്നും പറഞ്ഞില്ലേ? ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. സ്റ്റാൻലി ജോസഫാണ് അവളുടെ അച്ഛനെന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നതും എന്നാണ് പറഞ്ഞത് എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, എന്നാലും നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ മിസ്റ്റർ ബാലചന്ദ്രൻ എന്ന്. അപ്പോൾ ബാലൻ പറയും, എനിക്കിത് പറയാൻ താല്പര്യമുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്ന്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി അത് മറച്ചു വെച്ച കാരണമാണോ അവൾക്ക് ഈ പിണക്കം എന്ന് ചോദിക്കുകയാണ് സ്റ്റാൻലി. അപ്പോൾ ബാലേന്ദ്രൻ പറയാം, അത് ആ സന്ദർഭത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ, കാരണം അവളേനെ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ അവൾക്കത് വിഷമമാവില്ലേ, അതുകൊണ്ടാണല്ലോ നമ്മളത് മറച്ചു വെച്ചത് എന്ന് പറയുകയാണ്. ബാലൻ പറയും, അവൾക്ക് ഇത്തിരി ഇമോഷൻസ് കൂടുതലുള്ള കുട്ടിയാണ്, വിഷമം പെട്ടെന്ന് വരും, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് പറഞ്ഞ് സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പുറത്തേക്കോട്ട് ഇറങ്ങണം. പുറത്ത് ആ കോറിഡോറിൽ ഉമ്മറത്തിൻ്റെ ആ ഒരു നടക്കുന്ന വഴിയിലാണ് അലീന നിൽക്കുന്നത്. അലീന അങ്ങനെ തോണ്ടും ചാരി നിൽക്കുകയായിരിക്കും. അപ്പോൾ ബാലൻ അങ്ങോട്ട് പോകും. എന്നിട്ട് ബാലൻ ചോദിക്കും, എന്താ മോളെ നിനക്ക് ഇത്ര പരിഭവം എന്ന്. അപ്പോൾ അലീന ചോദിക്കും, അച്ഛൻ എന്നെ പറ്റിച്ചല്ലോ, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, എനിക്കതിൻ്റെ വിഷമമാണെന്ന്. അപ്പോൾ ബാലൻ പറയും, എങ്ങനെയാണ് മോളെ ഞാൻ നിന്നോട് പറയുക, കാരണം അന്ന് സ്റ്റാൻലി ജോസഫ് നിന്നെ കാണാൻ വേണ്ടി വന്നത്. ഞാൻ അയാളുടെ അടുത്ത് വന്ന് പറഞ്ഞു അയാൾക്കൊരു മകളുണ്ടെന്ന്. പക്ഷേ ഒരാൾ വന്ന പാടെ പറഞ്ഞ് ഒരു മകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആൾക്കാർ അത് അംഗീകരിക്കും. ഇത് സിനിമയൊന്നുമല്ലല്ലോ, ജീവിതമല്ലേ. അപ്പോൾ അയാൾക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. അയാൾ നമ്മുടെ വീട്ടിലോട്ട് വന്നു. അന്ന് അയാൾ നിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് അയാൾ നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ നിനക്കത് വിഷമമാവില്ല, അതുകൊണ്ടാണ് ഞാൻ അന്നങ്ങനെ പറയാതിരുന്നത് എന്ന്. പിന്നെ അയാൾക്ക് ഭാര്യയും കുട്ടികളും ഒക്കെയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അറിയണം. ഭാര്യയും കുട്ടിയുള്ള ഒരാൾ മുൻപുണ്ടായ ഒരു മകളേനെ സന്തോഷത്തോടു കൂടി ഒന്നല്ല അംഗീകരിക്കുക, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന്. അയാൾക്ക് കുറച്ച് സമയം വേണം എല്ലാറ്റിനും എന്തിനും. പിന്നെ മോളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ പെരുമാറിയത്, അല്ലാണ്ട് എനിക്കതിൽ പ്രത്യേകിച്ച് ലാഭമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ബാലൻ അലീനയെ കൺവിൻസ് ചെയ്യണം. അപ്പോൾ അലീന പറയും, എനിക്ക് മനസ്സിലായ അച്ഛാ, പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര വിഷമം പോലെ എന്ന് പറയണം. അപ്പോൾ ബാലൻ പറയും, നീ അത് വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും അദ്ദേഹം നിന്നെ അംഗീകരിച്ചല്ലോ, ഇനി പോകെ കാര്യങ്ങളൊക്കെ ശരിയാവും. അപ്പോൾ അലീന ചോദിക്കും, അല്ല അച്ഛാ, എനിക്കൊരു സംശയം, ഇദ്ദേഹത്തിന് ഭാര്യയും മക്കളൊക്കെ ഇല്ലേ, അവരൊന്നും ഇവിടെ കാണാനില്ലല്ലോ. അപ്പോൾ ബാലൻ പറയും, ഭാര്യയും മക്കളും ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അവരെല്ലാം എവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അച്ഛാ അറിയുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീനോട് ബാലൻ പറയും, അതെല്ലാം നീ ചോദിച്ച് മനസ്സിലാക്കണം എൻ്റെ അപ്പൻ്റെ അടുത്ത്, ആരാണ് എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. അപ്പോൾ അലീന ഇങ്ങനെ ഇതായിട്ട് നിൽക്കണം. അപ്പോൾ ബാലൻ പറയും, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നീ അതെല്ലാം മനസ്സിലാക്കിയിട്ട് പെരുമാറണമെന്ന്. അപ്പോൾ അലീന ചോദിക്കും, ഒരച്ഛൻ ഒരു മകളെ തിരിച്ചറിയാനും അംഗീകരിക്കാനും എന്ത് കടമ്പകൾ കടക്കണമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറയും, നീ ആ അവസ്ഥ മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയും, എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് അലീന. ഇതേ സമയം അടുക്കളയിൽ ജോലിക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്, ആരാണ് ആ പെൺകുട്ടിയെന്ന്. പൗലോസ് പറയണത് എന്തെന്ന് വെച്ചാൽ, സാറിൻ്റെ അന്ന് ആ പാലക്കാരൻ വന്നതിന് ശേഷം സാറിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടീനെ അവർ ഇവിടെ കൊടുന്ന് ആക്കാനാണ് പറഞ്ഞത്. പിന്നെ ഈ പെൺകുട്ടി വരുന്ന കാരണം റൂം വൃത്തിയാക്കിയിടാനും ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ അവിടുത്തെ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, ഇനി സാറിൻ്റെ വല്ല ബന്ധുക്കളുടെ കുട്ടികളായിരിക്കുമോ? എങ്ങനെയാണെങ്കിൽ അത് അറിയണ്ടേ, ഇവർക്ക് പരസ്പരം അറിയോ, ഇവർ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ആ കൂടെ വന്നുള്ള ആളേനെ അച്ഛ എന്ന പെൺകുട്ടി വിളിക്കുന്നുണ്ട്, അത് ഞാൻ കേട്ടതാണെന്ന് ആൻ്റപ്പനും പറയും. പക്ഷേ ആൻ്റപ്പൻ ഒരു കാര്യം കൂടി പറയും, എന്തൊക്കെ ഉണ്ടെങ്കിലും സ്റ്റാൻലി സാറുടെ മൂത്ത മകൾ ടാനിയ കൊച്ചിൻ്റെ ഒരു മുഖച്ഛായ ഉണ്ട് ആ കൊച്ചിന് എന്ന് പറയുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം, ആരാണ് നമുക്ക് അറിയാൻ പോകെ അറിയാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതേ സമയം ബാലനും അലീനയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ആക്കിയിട്ട് സ്റ്റാൻലിയുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുക, എന്താണ് പിണക്കവും പരിഭവമൊക്കെ മാറിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയും, അവൾക്ക് പിണക്കവും പരിഭവം നമ്മൾ എന്താണെന്ന് പറയാത്തതിൻ്റെ ഒരു ചെറിയ വിഷമമാണല്ലോ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, എന്നാൽ ശരി, നമുക്ക് എന്തെങ്കിലും കഴിക്കാം, നിങ്ങൾ വന്ന പാടെ നിൽക്കാൻ തുടങ്ങിയത്, എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ ബാലൻ പറയും, വേണ്ട, ഞങ്ങൾ ഹോട്ടലിൽ കഴിച്ചിട്ടാണ് വന്നത്,
അതിന് പുറമെ എനിക്ക് ഇവിടെ ഒരു ഡ്രൈവറുടെ ഡ്യൂട്ടിയേ ഉള്ളൂ, ഇവളെ ഇവിടെ അങ്ങ് കൊടുന്നാക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയാം അതൊന്നും പറ്റില്ല, എൻ്റെ വീട്ടിൽ വന്ന ഭക്ഷണം കഴിക്കണം, ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചായ കുടിച്ചില്ലേ അതുപോലെ നിങ്ങളും കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഭാര്യ പറയുന്നത് ചായ കുടിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ സ്റ്റാൻലി പറയും ഇവിടെ ജോലിക്കാരുണ്ട്, ജോലിക്ക് അവരൊക്കെ റെഡിയാക്കിക്കോളും, നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് ഇരിക്കാമെന്ന് പറഞ്ഞ് അവർ ഡൈനിങ് ഹാളിലോട്ട് വരികയാണ്, ബാലനും അലീനയും ഒക്കെ. അപ്പോൾ അവിടെയുള്ള പൗലോസ് കുക്കാണ്, പൗലോസ് ഒക്കെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ബാലനും അലീനയും ഇരിക്കുകയാണ്. അപ്പോൾ ചായ കൊടുക്കും. അപ്പോൾ ചായ അവരിനെ കുടിക്കുകയാണ്. അപ്പോൾ കുടിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് ചായ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കും, പക്ഷേ കാപ്പിക്ക് അങ്ങനെ പ്രശ്നമില്ല, അതുകൊണ്ടാണ് എനിക്ക് കാപ്പി കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറയുകയാണ്. പിന്നെ ആൻ്റപ്പനെ വിളിക്കുകയാണ് സ്റ്റാൻലി. അപ്പോൾ ആൻ്റപ്പനെ വിളിച്ചപ്പം ആൻ്റപ്പൻ വരും. അങ്ങനെ ആൻ്റപ്പൻ വന്നു കഴിഞ്ഞാൽ സ്റ്റാൻലി പറയും ആൻ്റപ്പ മറ്റുള്ള ജോലിക്കാരെയും കൂടി വിളിക്കുമോ, ബൈജുവിനെയും പൗലോസിനെയൊക്കെ. അങ്ങനെ അവരെല്ലാവരും വരികയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പറയും സ്റ്റാൻലി പറയും ഇത് ആൻ്റപ്പൻ, ഇത് പൗലോസ് എന്നൊക്കെ പറയും, ഇത് ബൈജു എന്ന് പറഞ്ഞ 3 ജോലിക്കാരെയും പരിചയപ്പെടുത്തിയിരുന്നു. എന്നിട്ട് അവരോട് പറയും ഇത് അലീന എൻ്റെ മകളാണെന്ന്. അപ്പോൾ ജോലിക്കാരൊക്കെ ആകെ ഞെട്ടും. അപ്പോൾ നിങ്ങളെന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്, നിങ്ങളെന്താണ് ഞെട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതെനിക്ക് വിവാഹത്തിന് മുൻപുണ്ടായ മകളാണ്, 23 വർഷം ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന സ്ത്രീയിൽ എനിക്കുണ്ടായ മകളാണ് അലീന. പിന്നെ ഇത് എൻ്റെ മകളേനെ എനിക്ക് കാണിച്ചു തന്ന ആളാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ബാലചന്ദ്ര മേനോൻ പറയുകയാണ്. എന്നിട്ട് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇനി വേണ്ട പോലെ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണം എന്ന് പറയുകയാണ് സ്റ്റാൻലി ജോലിക്കാരോട്. ആ ജോലിക്കാരോട് പറയും ശരി നിങ്ങളിങ്ങനെ പൊക്കോളൂ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും ഇതൊക്കെ അവരോട് തുറന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും ഇതൊക്കെ അവരോട് പറയണം, ഇല്ലെങ്കിൽ എന്നെക്കുറിച്ചില്ലാത്ത കഥകൾ ഉള്ളതും ഇല്ലതും വെച്ച് പൊടിപ്പും തൊങ്ങൽ വെച്ച് ഉണ്ടാക്കും, അപ്പോൾ അതിനും ഭേദം സത്യം അറിയുന്നത് തന്നെയാണ് എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയും ശരിയെന്ന്. അങ്ങനെ ബാലചന്ദ്രനും അലീനയും കൂടി ചായ കുടിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും എനിക്കൊരു സംശയം, അലീന ചോദിച്ചതാണ്, വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഭാര്യയും മകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, മക്കളൊക്കെ അവരെയൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും ഇത് എൻ്റെ ബിസിനസ് പർപ്പസിന് വേണ്ടി ഞാൻ വാങ്ങിയ വീടാണിത്, അപ്പോൾ ഇതിൽ ഞാനും എൻ്റെ ജോലിക്കാർ മാത്രമേ ഉള്ളൂ, ഇതിന് പുറമെ എനിക്ക് കൊല്ലത്ത് അഞ്ചലിൽ വേറൊരു വീടും കൂടി ഉണ്ട്, ആ വീട്ടിലാണ് ഭാര്യയും മക്കളൊക്കെ താമസിക്കുന്നത്, അവരൊക്കെ നിങ്ങൾക്ക് വഴിയെ തന്നെ പരിചയപ്പെടാം, അലീന തീർച്ചയായും അവരെയൊക്കെ പരിചയപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡിൽ ബാലചന്ദ്രൻ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കണം. അപ്പോൾ ബാലചന്ദ്രൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയണേ എനിക്കെന്തോ അച്ഛ ഭയങ്കര വിഷമം തോന്നുന്നു, മറ്റൊന്നുമല്ല ഒരു കാടിൻ്റെ ഉള്ളിൽ അച്ഛനെ എവിടെയോ ഇട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു, എനിക്ക് പറ്റുമോ അച്ഛ ഇതൊക്കെ സർവൈവ് ചെയ്യാൻ എന്ന് ചോദിക്കണം. ബാലചന്ദ്രൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട മോളെ, എല്ലാം നിനക്ക് പറ്റും എന്ന് പറഞ്ഞ ബാലചന്ദ്രൻ അവളെ ആശ്വസിപ്പിക്കണം. അങ്ങനെ പിന്നെ അലീനയ്ക്ക് റൂമൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ പൗലോസേട്ടൻ. അപ്പോൾ നല്ലൊരു അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പം സ്റ്റാൻലി പിന്നെ അലീനയോട് വന്ന് ചോദിക്കുന്നുണ്ട് അലീന നിൻ്റെ കയ്യിൽ ഡ്രസ്സുകളൊക്കെ ഉണ്ടോ, അതോ ഇനി എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ടോ, എന്താ വാങ്ങേണ്ടതെന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞോളൂ എന്ന്. അപ്പോൾ അലീന പറയും ഞാനൊരു നല്ല ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടും നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്, ആശിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും എനിക്ക് അപ്പം കിട്ടിയിട്ടില്ല, അന്നൊന്നും കിട്ടാത്ത ഡ്രസ്സും ഇതൊന്നും എനിക്ക് ഇപ്പോഴും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അലീന റൂമിലോട്ട് കയറിപ്പോവാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് ഭയങ്കര വിഷമാവും, കാരണം സ്റ്റാൻലി ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇത്രയധികം സമ്പത്തും സൗകര്യവും ഉള്ളൊക്കെ സ്റ്റാൻലിയുടെ മകള് ഭക്ഷണത്തിനും ഡ്രസ്സിനൊക്കെ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാലമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾക്ക് അത് വളരെയധികം വിഷമമായി. അങ്ങനെ പുതിയ അന്തരീക്ഷത്തോട് ഇണങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് അലീന. അപ്പോൾ സ്റ്റാൻലി ഒരു കാര്യം പറയുന്നുണ്ട്, നിനക്ക് ഇവിടുത്തെ നായക്കുട്ടികൾ നല്ല ഒരു കമ്പനി ആയിരിക്കും, അവരോടൊക്കെ ഇണങ്ങിക്കഴിഞ്ഞാൽ അവർ വളരെ നല്ല ജന്തുക്കളാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഇത്രയും പറഞ്ഞതുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡും അവസാനിക്കുന്നത്. കൂടുതൽ നേരത്തെ മഴത്തോരമ്പയുടെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.